സോ ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഡിയോഗ്രാഫിക് ഷെൻഡൻസ് ലൈൻ ഒബ്സർവ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് വിച്ച് ജോയിൻറ്റ്. ഈ ഷെൻഡൻസ് ലൈൻ കാണുന്നത് ഏത് ജോയിൻറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഷെൻഡൻ ലൈൻ എന്താണെന്ന് നോക്കാം. ഹിപ്പ് ജോയിൻറ്റിലാണ് ഈ ഒരു ലൈൻ കാണുന്നത്. അതായത് ആ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിട്ടില്ലേ, അതാണ് ഷെൻഡൻ ലൈൻ എന്ന് പറയുന്നത്. ഒരു ഇമാജിനറി ലൈനാണ് നമ്മുടെ മീഡിയൽ എഡ്ജ് ഓഫ് ഫെമറൽ നെക്കും അതുപോലെ ഇൻഫീരിയർ എഡ്ജ് ഓഫ് സുപ്പീരിയർ പ്യൂബിക് റാമസും ആ ഒരു താഴെ ആ ഒരു ആർച്ച് പോലെ വരത്തില്ലേ, അപ്പോൾ അതിനെ നമ്മളൊരു ലൈനായിട്ട് വരയ്ക്കുന്നതാണ് ഷെൻഡൻ ലൈൻ എന്ന് പറയുന്നത്. ഇൻഫീരിയർ പ്യൂബിക് റാമസും അതുപോലെ തന്നെ മീഡിയൽ എഡ്ജ് ഓഫ് ഫെമറൽ നെക്കും, അപ്പോൾ അതിനെ ചേർത്ത് വരയ്ക്കുന്ന ആ ഒരു ഇമാജിനറി ലൈനാണ് ഷെൻഡൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോയി നമ്മൾ ആ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഫ്രാക്ചർ ഫിമറിൻ്റെ നെക്കിൻ്റെ ഫ്രാക്ചറിൻ്റെ കേസിൽ ഈ ഷെൻഡൻ ലൈൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ലൈൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. അപ്പോൾ ഷെൻഡൻസ് ലൈൻ കാണുന്നത് എവിടെയാണ്? ഹിപ്പ് ജോയിൻറ്റിലാണ്. അപ്പോൾ ഫ്രാക്ചറിൻ്റെ കേസിൽ അത് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. എഗൈൻ ഫീമറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്ക് ഓഫ് ഫീമറിൻ്റെ ഫ്രാക്ചറിൽ കാണാത്ത ഒരു ഫീച്ചർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഫീമറിൻ്റെ ഫ്രാക്ചർ വരുമ്പോൾ അത് ഇൻട്രാ ക്യാപ്സുലർ ആയിട്ടും വരാം. അതെന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ അകത്ത് വരുന്ന ഫ്രാക്ചറിനെയാണ് ഇൻട്രാ ക്യാപ്സുലർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ എക്സ്ട്രാ ക്യാപ്സുലർ ആയിട്ടും വരാം. ജോയിൻറ്റിൻ്റെ പുറത്തേക്ക്, അതായത് ഷാഫ്റ്റിലേക്കൊക്കെ വരുന്നതിനാണ് നമ്മൾ എക്സ്ട്രാ ക്യാപ്സുലർ എന്ന് പറയുന്നത്. അത് അങ്ങനെ ആ ഫിമറിൻ്റെ ഫ്രാക്ചറിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അല്ലാതൊരു ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചറും ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ക്യാപ്സുലർ ഫ്രാക്ചറും ഡിസ്പ്ലേസ്ഡ് എക്സ്ട്രാ ക്യാപ്സുലർ ഫ്രാക്ചർ, ഇങ്ങനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ക്യാപ്സ്യൂളിനകത്ത് ജോയിൻറ്റിനകത്ത് തന്നെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടാകുന്നതും അല്ലാതെ ഡിസ്പ്ലേസ്ഡ് ആകാത്തതും. ഇപ്പോൾ ഈ ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ക്യാപ്സുലർ ഫ്രാക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു എന്താണ് ആ ബ്ലഡ് സപ്ലൈ കട്ടായി പോയേക്കുന്നത് ഫിഗറിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ അല്ലേ. ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ക്യാപ്സുലർ ഫ്രാക്ചറിലാണ് അങ്ങനെ ഒരു ബ്ലഡ് സപ്ലൈ കട്ടായി പോയിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് അവിടെ ബ്ലഡ് സപ്ലൈ ഡിസ്റപ്റ്റ് ആയിട്ടുണ്ട്. അപ്പം പെയിൻ നല്ലോണം ഉണ്ടായിരിക്കും ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ക്യാപ്സുലർ ഫ്രാക്ചറിനകത്ത്. അപ്പോൾ അവിടെ ഹൈ റേറ്റ് ഓഫ് എവാസ്കുലർ നെക്രോസിസും ആയിരിക്കും. ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ക്യാപ്സുലർ ഫ്രാക്ചറിനകത്ത് ബ്ലഡ് സപ്ലൈ കട്ടായി പോവും. അപ്പോൾ അവിടെ പെയിനും നല്ലോണം ഉണ്ടായിരിക്കും, അതുപോലെ ഹൈ റേറ്റ് ഓഫ് എവാസ്കുലർ നെക്രോസിസും ആയിരിക്കും. ഇങ്ങനെ എക്സ്ട്രാ ക്യാപ്സുലർ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാമല്ലോ ആ ഒരു ബ്ലഡ് സപ്ലൈ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെയിനും എവാസ്കുലർ നെക്രോസിസും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എക്സ്ട്രാ ക്യാപ്സുലർ ഡിസ്പ്ലേസ്ഡിൻ്റെ കേസിൽ. സോ അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഫീമറിൻ്റെ ഫ്രാക്ചറിൽ വരുന്നുണ്ട്. ഇനി ആ ഒരു ഫീച്ചേഴ്സ് നോക്കാം. ഫീമറിൻ്റെ ഫ്രാക്ചർ വരുമ്പോഴത്തേക്കും രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വരാം. ഒന്നെങ്കിൽ ഈ ഫ്രാക്ചർ കാരണം ഫീമറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരാം, അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേറ്റഡ് ഫീമർ ഉണ്ടാകാറുണ്ട്. ഈ ഒരു പോസ്റ്റീരിയർ ഡിസ്ലൊക്കേറ്റഡ് ഫീമർ വരുന്നത് എന്താണ് നമ്മുടെ കാല് അല്ല ഈ ആക്സിഡൻറ്റിൻ്റെയൊക്കെ സമയത്ത് ഫ്രാക്ചർ ആവാതെ കാല് മടങ്ങിപ്പോയിട്ടുണ്ടാകും, പക്ഷേ ഫ്രാക്ചർ വന്നിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു ബോൺ ഇങ്ങനെ തിരിഞ്ഞു പോയിട്ടുണ്ടാകും. അതാണ് ഈ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേറ്റഡ് ഫീമർ വരുന്നത്. അപ്പോൾ അത് വിത്തൗട്ട് ഫ്രാക്ചറാണ്. വിത്തൗട്ട് ഫ്രാക്ചർ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ വരുന്നതാണ് അത് പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷനകത്ത്. പക്ഷേ ഫീമറിൻ്റെ ഫ്രാക്ചറോട് കൂടിയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന കണ്ടീഷനുണ്ട്. അപ്പോൾ രണ്ടിടത്തും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്കിപ്പോൾ നെക്ക് ഓഫ് ഫ്രാക്ചറിൽ ഫീമറിൻ്റെ നെക്കിലുണ്ടാകുന്ന ഫ്രാക്ചറിനകത്ത് എന്തൊക്കെ ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഫ്രാക്ചർ വന്നിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോഴത്തേക്കും ലെഗ് ഷോർട്ടൻഡ് ആവും മസിൽ സ്പാസം കാരണം. അതുപോലെ തന്നെ എക്സ്റ്റേണലി റൊട്ടേറ്റഡ് വിത്ത് അബ്ഡക്ഷൻ, എക്സ്റ്റേണൽ റൊട്ടേഷനും അബ്ഡക്ഷനുമാണ് വരുന്നത്. ഇനി തിരിച്ച് പോസ്റ്റീരിയൽ ഡിസ്ലൊക്കേറ്റ്, ഫ്രാക്ചർ ഇല്ലാത്തൊരു ഡിസ്ലൊക്കേഷൻ ആകുമ്പോഴും ഷോർട്ടനിങ് ഓഫ് ലെഗ് ഉണ്ടായിരിക്കും, പക്ഷേ അവിടെ കാല് ഇൻറ്റേർണൽ റൊട്ടേഷൻ വിത്ത് അഡക്ഷൻ ആയിരിക്കും. ഇൻറ്റേർണലി റൊട്ടേറ്റഡ് അഡക്ഷൻ, പുറകിലോട്ട് ഇങ്ങനെ മടങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നത് പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ വരുന്ന സമയത്ത്. ഫ്രാക്ചറോട് കൂടിയിട്ട് ഡിസ്ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ റൊട്ടേഷൻ വിത്ത് അബ്ഡക്ഷൻ ആയിരിക്കും വരുന്നത്.
സോ ഒരു ഫീച്ചേഴ്സിനകത്ത് ഇൻറ്റേർണൽ റൊട്ടേഷൻ എവിടെയാണ് നമ്മൾ പറഞ്ഞത്? പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ്റെ കേസിലാണ്. ഫ്രാക്ചറിൻ്റെ കേസിലാകുമ്പോൾ എക്സ്റ്റേണൽ റൊട്ടേഷനാണ് വരേണ്ടത്. ദെൻ ഷോർട്ടനിങ് ഓഫ് ലെഗ് ഉണ്ടായിരിക്കും, ടെൻഡർനെസ് ഇൻ ഗ്രോയിൻ ഉണ്ടായിരിക്കും, ആക്റ്റീവ് സ്ട്രെയിറ്റ് ലെഗ് റേസിംഗ് ഈസ് നോട്ട് പോസിബിൾ. ഇതെല്ലാം നെക്ക് ഓഫ് ഫീമറിൻ്റെ ഫ്രാക്ചറിൽ വരുന്നതാണ് എക്സെപ്റ്റ് ഇൻറ്റേർണൽ റൊട്ടേഷൻ. ഇൻറ്റേർണൽ റൊട്ടേഷൻ എവിടെയാണ് വരിക? ഇൻറ്റേർണൽ റൊട്ടേഷൻ വരുന്നത് പോസ്റ്റീരിയർലി ഡിസ്ലൊക്കേറ്റഡ് ഫീമർ വിത്തൗട്ട് ഫ്രാക്ചർ ഇല്ലാത്ത കണ്ടീഷൻസിലാണ് ഈ ഒരു ഇൻറ്റേർണൽ റൊട്ടേഷൻ വരുന്നത്. സോ അപ്പോൾ ഫീമറിൻ്റെ 2 ക്വസ്റ്റ്യൻസും 2019 ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും ഫീമറിനെ റിലേറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വീണ്ടും 2019 വീണ്ടും 2 ക്വസ്റ്റ്യൻ ഐബോൾ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐബോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഐബോൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഐബോളിൻ്റെ ഒരു എക്സ്റ്റേണൽ ലുക്ക്. അപ്പോൾ ഐബോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്ലീറയും കോർണിയയും. അപ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഐബോളിന് 3 ലെയേഴ്സാണ് നമ്മൾ പറയുക. ഒരു ഔട്ടർ കോട്ട്, മിഡിൽ കോട്ട്, ഇന്നർ കോട്ട്. അപ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള 2 ലെയറുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫൈബ്രസ് ലെയർ എന്നാണ് പറയുക. അപ്പോൾ അത് സ്ക്ലീറയും കോർണിയയാണ് വരുന്നത്. അപ്പോൾ കോർണിയ നമുക്കറിയാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫ്രണ്ടിൽ കുറച്ച് പോർഷനിൽ മാത്രമേ കോർണിയ വരുന്നുള്ളൂ. ബാക്കി 85% സ്ക്ലീറയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ക്ലീറയും കോർണിയയും. ഈ സ്ക്ലീറയിലേക്കാണ് നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ഏതൊക്കെയാണ്? എക്സ്ട്രാ ഓക്കുലർ മസിൽസിൽ വോളണ്ടറി മസിൽസ് ഉണ്ട്, ഇൻവോളണ്ടറി മസിൽസ് ഉണ്ട്. വോളണ്ടറി മസിൽസ് 4 റെക്റ്റസ്, 2 ഒബ്ലീക്ക്, 1 ലെവേറ്റർ പാൽപെബ്രെ. അങ്ങനെ ഓർത്തിരിക്കുക. 4 റെക്റ്റസ്, 2 ഒബ്ലീക്ക് മസിലും 1 ലെവേറ്റർ പാൽപെബ്രെ. 4 റെക്റ്റസ് എന്ന് പറയുന്നത് സുപ്പീരിയർ, ഇൻഫീരിയർ, മീഡിയൽ, ലാറ്ററൽ. അങ്ങനെ 4 റെക്റ്റസ് മസിൽ, ദെൻ 2 ഒബ്ലീക്ക്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ഒബ്ലീക്ക് മസിൽ, ദെൻ ലെവേറ്റർ പാൽപെബ്രെ സുപ്പീരിയോറിസ്. ഇങ്ങനെ മൊത്തം 7 പേരാണ് നമുക്ക് എക്സ്ട്രാ ഓക്കുലർ മസിൽസിൽ വോളണ്ടറി ആയിട്ടുള്ളത്. ഇൻവോളണ്ടറിയിൽ വരുന്നത് ടാർസൽ മസിൽ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ടാർസൽ മസിലും ഓർബിറ്റാലിസും. ഇങ്ങനെ 3 ഇൻവോളണ്ടറി മസിൽസും കൂടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്ട്രാ ഓക്കുലർ മസിൽസിൻ്റെ നെർവ് സപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് LR6SF4 എന്ന് പറഞ്ഞൊരു ന്യൂമോണിക് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലാറ്ററൽ റെക്റ്റസിന് 6th ക്രേനിയൽ നെർവും, സുപ്പീരിയർ ഒബ്ലീക്കിന് 4th ക്രേനിയൽ നെർവും, ബാക്കി എല്ലാവരും 3rd ക്രേനിയൽ നെർവും ആണ് സപ്ലൈ ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ എക്സ്ട്രാ ഓക്കുലർ മസിൽസിൻ്റെ നെർവ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് എക്സ്ട്രാ ഓക്കുലർ മസിൽസ്. ഈ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ സ്ക്ലീറയിലോട്ടാണ്. അപ്പോൾ സ്ക്ലീറ ആൻഡ് കോർണിയ. ഇനി സ്ക്ലീറ എടുക്കുമ്പോൾ സ്ക്ലീറ പിയേഴ്സ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിയേഴ്സ്ഡ് ബൈ ഒപ്റ്റിക് നെർവ്, സിലിയറി നെർവ് ആൻഡ് ആർട്ടറീസ്, ആൻറ്റീരിയർ സിലിയറി ആർട്ടറീസ് ആൻഡ് 4 വീനെ വെർട്ടിക്കോസ, കൊറോയിഡ് വെയിൻസിനെയാണ് നമ്മൾ ഈ വീനെ വെർട്ടിക്കോസ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക് നെർവ് ഉണ്ട്, സിലിയറി നെർവ് ആൻഡ് ആർട്ടറി ഉണ്ട്, ആൻറ്റീരിയർ സിലിയറി ആർട്ടറീസ് ഉണ്ട്, കൊറോയിഡ് വെയിൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും വെസൽസ് ആണ് സ്ക്ലീറ പിയേഴ്സ് ചെയ്ത് വരുന്നത്. അപ്പോൾ സ്ക്ലീറയിൽ സ്ട്രക്ചേഴ്സ് പിയേഴ്സിങ് അതും അറിഞ്ഞിരിക്കണം. ദെൻ കോർണിയയിലേക്ക് വരുമ്പോൾ കോർണിയയെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സ്ക്ലീറ ഓൾമോസ്റ്റ് എവാസ്കുലർ ആണ് കേട്ടോ. എപ്പിസ്ക്ലീറ വാസ്കുലർ ആണ്, സ്ക്ലീറ ഓൾമോസ്റ്റ് എവാസ്കുലർ ആണ്. കോർണിയയും എവാസ്കുലർ ആണ്, നറിഷ് ചെയ്യുന്നത് ലിംഫാണ്. അപ്പോൾ കോർണിയയിൽ കിട്ടുന്ന ആകെ സെൻസേഷൻ എന്ന് പറയുന്ന പെയിൻ സെൻസേഷൻ മാത്രമേ നമുക്ക് കോർണിയയിൽ കിട്ടുള്ളൂ. അപ്പോൾ കോർണിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അതിൻ്റെ ഹിസ്റ്റോളജിക്കലി അതിൻ്റെ ലെയേഴ്സ്, കോർണിയയുടെ ഹിസ്റ്റോളജിക്കൽ ലെയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്രം ബിഫോർ ബാക്ക്വേർഡ്സ്, അതായത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കോർണിയൽ എപ്പിത്തീലിയം, അതിനുശേഷം ബൊമ്പാൻസ് മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മളതിനെ ആൻറ്റീരിയർ ഇലാസ്റ്റിക് ലാമിന എന്ന് പറയും. ദെൻ അതിനുശേഷം സബ്സ്റ്റാൻഷ്യ പ്രോപ്രിയ, അതിനുശേഷം ഡെസിമെൻസ് മെംബ്രെയിൻ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഇലാസ്റ്റിക് ലാമിന, ആൻഡ് ഫൈനലി സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പോൾ ഇത്രയും 5 ലെയേഴ്സാണ് നമുക്ക് കോർണിയയ്ക്കുള്ളത്. അപ്പോൾ ഏറ്റവും അകത്തായിട്ട് കോർണിയൽ എപ്പിത്തീലിയം, ഏറ്റവും ഫ്രണ്ടിലായിട്ട് കോർണിയൽ എപ്പിത്തീലിയം,
അതിൻ്റെ ബാക്കിലേക്ക് ബൊമാൻസ് മെംബ്രെയിൻ അല്ലെങ്കിൽ ആൻറ്റീരിയർ ഇലാസ്റ്റിക് ലാമിന, ദെൻ സബ്സ്റ്റാൻഷ്യ പ്രോപ്രിയ, അതിനുശേഷം ഡെസിമെൻസ് മെംബ്രെയിൻ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഇലാസ്റ്റിക് ലാമിന, ഫൈനലി സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പോൾ ഇത്രയാണ് കോർണിയയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോളജിക്കലി ഉള്ള ലെയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ കോർണിയൽ എപ്പിത്തീലിയം സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് നോൺ കെരാറ്റിനൈസ്ഡ് ടൈപ്പാണ് വരുന്നത്. അത് കണ്ടിന്യൂസ് വിത്ത് കൺജങ്ക്റ്റൈവ. ദെൻ ബൊമാൻസ് മെംബ്രെയിൻ അല്ലെങ്കിൽ ആൻറ്റീരിയർ ഇലാസ്റ്റിക് ലാമിന സ്ട്രക്ചർലെസ് ആയിട്ടുള്ള ഒരു ഹോമോജീനസ് ലെയറാണ്. സബ്സ്റ്റാൻഷ്യ പ്രോപ്രിയ എന്ന് പറയുന്ന കൊളാജൻ ലെയറാണ്. ഡെസിമെൻസ് മെംബ്രെയിൻ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഇലാസ്റ്റിക് ലാമിന എന്ന് പറയുന്നത് എഗെയിൻ ഒരു സ്ട്രക്ചർലെസ് ഹോമോജീനിയസ് ലെയറാണ്. ദെൻ ഫൈനലി സിമ്പിൾ സ്ക്വാമസ് ഇസോത്തീലിയം. ഇത്രയാണ് നമ്മുടെ കോർണിയയുടെ ലെയേഴ്സ് വരിക. ഇപ്പോൾ സ്ക്ലീറ പിയേഴ്സ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കോർണിയയുടെ ലെയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഔട്ടർ കോട്ടിലാണ് ഈ രണ്ട് പേര് സ്ക്ലീറ ആൻഡ് കോർണിയ വന്നിരിക്കുന്നത്. ഇനി അതിന് ശേഷം അകത്തേക്ക് പോകുമ്പോൾ മിഡിൽ അല്ലെങ്കിൽ വാസ്കുലർ ലെയർ വരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മുടെ കൊറോയിഡ്, സിലിയറി ബോഡി, ഐറിസ് ഇത്രയും വന്നിട്ടുള്ളത്. കൊറോയിഡ്, സിലിയറി ബോഡി, ഐറിസ്. then ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ട് റെറ്റിന ഉണ്ട്. റെറ്റിനയിലാണ് നമ്മൾ ആ ഒരു വിഷൻ കിട്ടുന്നത്. അതിൽ റോഡ് സെൽസും കോൺ സെൽസും ഉണ്ട്. റോഡ് സെൽസ് എന്ന് പറയുന്നത് ഡിം ലൈറ്റ് വിഷൻ അല്ലെങ്കിൽ സ്കോട്ടോപ്പിക് വിഷന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് റോഡ് സെൽസ്. കോൺ സെൽസ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ലൈറ്റ് വിഷൻ അല്ലെങ്കിൽ ഫോട്ടോപ്പിക് വിഷൻ ഉള്ളവരാണ് കോൺ സെൽസ്. ദെൻ ഒരു സൈറ്റ് ഓഫ് മാക്സിമം ആക്യൂറ്റി ഓഫ് വിഷൻ, അതിൽ സൈറ്റ് ഓഫ് മാക്സിമം ആക്യൂറ്റി ഓഫ് വിഷൻ കിട്ടുന്ന ആ ഒരു ഏരിയ നമ്മൾ ഫോവിയ സെൻട്രാലിസ് എന്നാണ് പറയുക. ഫോവിയ സെൻട്രാലിസ്, സൈറ്റ് ഓഫ് മാക്സിമം ആക്യൂറ്റി ഓഫ് വിഷൻ. നമ്മുടെ കണ്ണിലെ ലെൻസ് ബൈകോൺവെക്സ് ലെൻസാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഐബോളിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഐബോൾ ലെയേഴ്സിൽ ഔട്ടർ, മിഡിൽ, ഇന്നർ അങ്ങനെ 3 കോട്ടായിട്ടാണ്. ഔട്ടർ കോട്ടിൽ സ്ക്ലീറ കോർണിയ. സ്ക്ലീറയെ പറ്റിയിട്ട് പറയുമ്പോൾ അതിൻ്റെ പിയേഴ്സ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഓർത്തിരിക്കുക, കോർണിയയുടെ ലെയേഴ്സ് ഓർത്തിരിക്കുക. ദെൻ മിഡിലാണ് കൊറോയിഡ്, സിലിയറി ബോഡി, ഐറിസ് വരിക. ഇന്നർമോസ്റ്റ് ആയിട്ട് റെറ്റിനയിലാണ് റോഡ്സും കോൺസും ഒക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ എഗെയിൻ 2019 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഡസ് നോട്ട് പിയേഴ്സ് സ്ക്ലീറ പിയേഴ്സ് ചെയ്യാത്ത സ്ട്രക്ചർ ഏതാണെന്നാണ്. ഒപ്റ്റിക് നെർവ്, ഒപ്റ്റിക് ആർട്ടറി, സിലിയറി നെർവ് ആൻഡ് കൊറോയിഡ് വെയിൻസ്. അപ്പോൾ നമ്മൾ ആ സ്ട്രക്ചേഴ്സ് പറഞ്ഞതാണ്. ഒപ്റ്റിക് നെർവ് ഉണ്ടായിരുന്നു, സിലിയറി നെർവ് ആൻഡ് ആർട്ടറീസ് ഉണ്ടായിരുന്നു, പിന്നെ ഏതാണ്, പിന്നെ ആൻറ്റീരിയർ സിലിയറി ആർട്ടറീസ് ഉണ്ടായിരുന്നു, ദെൻ വീനെ വെർട്ടിക്കോസ് അല്ലെങ്കിൽ കൊറോയിഡ് വെയിൻസ്. സോ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഒപ്റ്റിക് ആർട്ടറിയാണ് ആൻസർ വരുന്നത്. ബാക്കി എല്ലാവരും സ്ക്ലീറ പിയേഴ്സ് ചെയ്യുന്നവരാണ്. ദെൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നത്: ഹിസ്റ്റോളജിക്കൽ സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ കോർണിയ കൺസിസ്റ്റ് ഓഫ് ഓൾ എക്സെപ്റ്റ്. ഇല്ലാത്തത് ഏതാണെന്നാണ്. കോർണിയൽ എപ്പിത്തീലിയം ഉണ്ടായിരുന്നു, ആൻറ്റീരിയർ ഇലാസ്റ്റിക് ലാമിന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ബൊമാൻസ് മെംബ്രെയിൻ, അതായത് കോർണിയൽ എപ്പിത്തീലിയത്തിന് തൊട്ട് പുറകിലുള്ള ബൊമാൻസ് മെംബ്രെയിൻ അല്ലെങ്കിൽ ആൻറ്റീരിയർ ഇലാസ്റ്റിക് ലാമിന. അതിൻ്റെ പുറകിൽ സബ്സ്റ്റാൻഷ്യ പ്രോപ്രിയ ആയിരുന്നു, അത് കൊളാജൻ ലെയർ. അതിൻ്റെ പുറകിലായിട്ടാണ് നമുക്ക് പോസ്റ്റീരിയർ ഇലാസ്റ്റിക് ലാമിന അല്ലെങ്കിൽ ഡെസിമെൻസ് മെംബ്രെയിൻ ഉണ്ടായിരുന്നത്. ദെൻ ഫൈനലി ഒരു സിമ്പിൾ സ്ക്വാമസ് മീസോത്തീലിയം ആണ് ഉണ്ടായിരുന്നത്. സോ അപ്പോൾ ഇല്ലാത്തത് ഇൻഫീരിയർ ഇലാസ്റ്റിക് ലാമിനയാണ് കറക്റ്റ് ആൻസർ. സോ ഹിസ്റ്റോളജിക്കലി കോർണിയൽ ഇല്ലാത്ത ലെയറാണ് ഇൻഫീരിയർ ഇലാസ്റ്റിക് ലാമിന. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നെർവ്സിൻ്റെ കേസിൽ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2019 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് അനാട്ടമിയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പേഷ്യൻറ്റ് ഓൺ റുട്ടീൻ എക്സ്റേ ഓഫ് cervical spine was seen having an extra rib. The most probable artery which can be compressed is. അതായത് ഒരു cervical spine എക്സ്റേ എടുത്ത സമയത്ത് ഒരു എക്സ്ട്രാ റിബ് ഫൈൻഡിങ് ആയിട്ട് കിട്ടി. അപ്പോൾ അവിടെ കംപ്രസ്ഡ് ആവാൻ ചാൻസ് ഉള്ള ആർട്ടറി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ റിബ് കാണുന്നതിന് നമ്മൾ സെർവിക്കൽ റിബ് എന്നാണ് പറയുക. ശരിക്കും നമ്മുടെ റിബ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റിബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് തൊറാസിക് വെർട്ടിബ്രയുടെ ലെവലിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് റിബ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലെവൽ വരുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് റിബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് റിബ്സ് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലാവിക്കിളിൻ്റെ താഴെ കാണുന്നത് സെക്കൻഡ് റിബ്, അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് റിബ്സ്. ഫസ്റ്റ് റിബ് ക്ലാവിക്കിളിൻ്റെ അടിയിലായിട്ട് പോകും, പിന്നെ അവിടെ നിന്ന് താഴോട്ട് 2 നമ്മൾ കൗണ്ട് ചെയ്യും റിബ്സിനെ. അപ്പോൾ ഈ ഫസ്റ്റ് തൊറാസിക് വെർട്ടിബ്രയുടെ അവിടെ നിന്ന് അല്ലാതെ C7 വെർട്ടിബ്രയുടെ ലെവലിൽ നിന്ന് ഒരു റിബും കൂടെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെർവിക്കൽ റിബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ഈ എക്സ്റേ ഫൈൻഡിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് ഒരു കൺജനൈറ്റൽ അബ്നോർമാലിറ്റിയാണ് ഈ സെർവിക്കൽ റിബ് എന്നുള്ളത്. അപ്പോൾ ആക്സസറി റിബ് ഗ്രോസ് എബവ് ഫസ്റ്റ് റിബ് ഫ്രം C7 നിന്ന് വരുന്നതാണ് ഈ സെർവിക്കൽ റിബ്. അപ്പോൾ അത് റൈറ്റോ ലെഫ്റ്റ് അല്ലെങ്കിൽ 2 സൈഡിലായിട്ടും വരാവുന്നതാണ്.
അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അവിടെ ഉള്ള ആർട്ടറി എന്ന് പറയുന്നത് സബ്ക്ലേവിയൻ ആർട്ടറിയാണ്. ഈ ഒരു ക്ലാവിക്കിളിൻ്റെ ആ ഒരു റീജിയൻ എബോ ക്ലാവിക്കിൾ വരുന്നത് സബ്ക്ലേവിയൻ ആർട്ടറിയാണ്. അപ്പോൾ സബ്ക്ലേവിയൻ ആർട്ടറിയാണ് അവിടെ കംപ്രസ്ഡ് ആകാനുള്ള ടെൻഡൻസി കൂടുതൽ. ഇനി നമുക്ക് ഈ റിബ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ റിബ്സ് നമുക്ക് എത്ര എണ്ണമാണ് ടോട്ടൽ നമ്പർ ഓഫ് റിബ്സ് എന്ന് പറയുന്നത് 12 പെയർ ഓഫ് റിബ്സ് ആണ് നമുക്കുള്ളത്. അതിന് നമ്മൾ ട്രൂ റിബ്സ് എന്നും ഫാൾസ് റിബ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. നമ്മൾ ക്ലാവിക്കിൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു T4 അല്ലെങ്കിൽ T5 ആ ഒരു തൊറാസിക് വെർട്ടിബ്ര ലെവലിലാണ് ക്ലാവിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുകളിൽ C7 T1 ആയിട്ടാണ് നമുക്ക് ഫസ്റ്റ് റിബ് കിട്ടുന്നത്. T1ലാണ് ഫസ്റ്റ് റിബ് കിട്ടുന്നത്. പിന്നെ അതിന് താഴേക്ക് ക്ലാവിക്കിളുണ്ട്. ക്ലാവിക്കിളിലും താഴെയാണ് നമുക്ക് സെക്കൻഡ് റിബ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ലെവൽ വരുന്നത്. ഇപ്പോൾ 12 പെയർ ഓഫ് റിബ്സ് ആണുള്ളത്. അതിൽ ട്രൂ റിബ്സ് ഉണ്ട്, ഫാൾസ് റിബ്സ് ഉണ്ട്. ട്രൂ റിബ്സ് എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിബ്രോ സ്റ്റേണൽ റിബ്സ് എന്ന് നമ്മൾ പറയും. ട്രൂ റിബ്സിൻ്റെ വേറൊരു പേരാണ് വെർട്ടിബ്രോ സ്റ്റേണൽ റിബ്സ്. അതായത് കറക്റ്റായിട്ട് നമ്മുടെ വെർട്ടിബ്രയിൽ നിന്ന് സ്റ്റേണത്തിലേക്ക് അറ്റാച്ച്മെൻറ്റ് വരുന്നവരാണ് ഈ വെർട്ടിബ്രോ സ്റ്റേണൽ റിബ്സ്. അപ്പോൾ അപ്പർ 7 റിബ്സും വെർട്ടിബ്രോ സ്റ്റേണൽ റിബ്സ് അല്ലെങ്കിൽ ട്രൂ റിബ്സ് ആണ്. സ്റ്റേണുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നവരാണ്. ഇനി അടുത്ത ഫാൾസ് റിബ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ നമുക്ക് രണ്ടായിട്ട് പറയാം. അതായത് 7 കഴിഞ്ഞ് 8, 9, 10 ഒരു ഗ്രൂപ്പ്, 11, 12 ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഈ 8, 9, 10 എന്ന് പറയുന്നത് സ്റ്റേണത്തിലേക്കല്ല അറ്റാച്ച് ചെയ്യുന്നത്, ആ ഒരു എന്താണ് കോസ്റ്റൽ കാർട്ടിലേജിലേക്കാണ് അവർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് പറയും. വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് പറയുന്നത് 8, 9, 10 ആണ് വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. അപ്പോൾ അതായത് കോസ്റ്റൽ കാർട്ടിലേജിക്ക് അറ്റാച്ച് ചെയ്യുന്നവരാണ് അവർ. ഇനി അല്ലാതെ 11 12 നമ്മൾ പറയുന്നത് ഫ്ലോട്ടിംഗ് റിബ്, വെർട്ടിബ്രൽ റിബ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റിബ്, സ്ഥാനത്തിലേക്ക് അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തവരാണ് ഈ 11 12. അപ്പോൾ അവരെ നമ്മൾ ഫ്ലോട്ടിംഗ് റിബ് എന്നാണ് പറയുന്നത്. സ്റ്റേണുമായിട്ട് യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തവരാണ് ഫ്ലോട്ടിംഗ് റിബ് എന്ന് പറയുന്നത്. 11 12. പിന്നെ അവരുടെ ഒരു എൻഡ് ഫ്രീ ആയിട്ടായിരിക്കും വരുന്നത് ഈ വെർട്ടിബ്രൽ റിബ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റിബിൻ്റെ. ഇനി ടിപ്പിക്കൽ വെർട്ടിബ്ര ഉണ്ട്, എട്ടിപ്പിക്കൽ വെർട്ടിബ്ര ഉണ്ട്. ടിപ്പിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് 3rd to 9th, അതായത് മൂന്നാമത്തെ തേർഡ് വെർട്ടിബ്ര റിബാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടിപ്പിക്കൽ റിബും എട്ടിപ്പിക്കൽ റിബും. ടിപ്പിക്കൽ റിബ് എന്ന് പറയുന്നത് 3rd to 9th റിബിനെയാണ് നമ്മൾ ടിപ്പിക്കൽ റിബ് എന്ന് പറയുക. എട്ടിപ്പിക്കൽ റിബ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2ഉം അതിന് ശേഷമുള്ള ലാസ്റ്റ് 3. അപ്പോൾ അവരെയാണ് നമ്മൾ എന്താ പറയുക എട്ടിപ്പിക്കൽ റിബ്സ് എന്ന് പറയാം. അപ്പോൾ ടിപ്പിക്കൽ റിബ്സും ഉണ്ട്, എട്ടിപ്പിക്കൽ റിബ്സും ഉണ്ട്. ടിപ്പിക്കൽ 3rd to 9thഉം എട്ടിപ്പിക്കൽ എന്ന് പറയുന്ന ഫസ്റ്റ് 2ഉം ലാസ്റ്റ് 3ഉം അവരാണ് എട്ടിപ്പിക്കൽ റിബ്സ്. ഓക്കെ, ഇനി നമുക്ക് റിബ്സിൻ്റെ റിബ്സ് അല്ല 1-2 ലെവൽസും കൂടെ നോക്കാം. വെർട്ടിബ്രൽ ലെവൽ, അതായത് നമ്മുടെ ഫസ്റ്റ് പ്രോമിനൻ്റ് സ്പൈൻ നമുക്ക് കിട്ടുന്നത് C7 ആണ്. ബാക്കിൽ നമ്മൾ തൊടുമ്പോൾ നമുക്ക് പ്രോമിനൻ്റ് ആയിട്ട് ഫസ്റ്റ് കിട്ടുന്നത് C7 വെർട്ടിബ്രയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്കാപ്പുല നോക്കുക. സ്കാപ്പുല എവിടെയാണ്? 2nd to 7th റിബ് വരെ, അതായത് ക്ലാവിക്കിളിൻ്റെ താഴോട്ട് ഓവർലൈ ചെയ്ത് വരുന്നത് 2nd to 7th റിബ് വരെയാണ് സ്കാപ്പുല ഓവർലൈ ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ റൂട്ട് ഓഫ് സ്പൈൻ ഓഫ് സ്കാപ്പുലയുടെ റൂട്ട് T3 ലെവലിലാണ് കിട്ടുക. T3 ലെവൽ. അപ്പോൾ അത് ക്ലാവിക്കിളിനേക്കാളും മുകളിലായിട്ടായിരിക്കും നമ്മുടെ റൂട്ട് ഓഫ് സ്പൈൻ ഓഫ് സ്കാപ്പുല വരിക. ദെൻ ഇൻഫീരിയർ ആംഗിൾ ഓഫ് സ്കാപ്പുല നോക്കുക, അത് T7 ലെവലിലായിരിക്കും കിട്ടുക. ഇൻഫീരിയർ ആംഗിൾ ഓഫ് സ്കാപ്പുല കിട്ടുന്നത് T7ലായിരിക്കും. അപ്പോൾ സ്കാപ്പുല റിബിൻ്റെ ഒരു ഏരിയ നോക്കുമ്പോൾ 2nd to 7th റിബ് വരെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റൂട്ട് ഓഫ് സ്പൈൻ ഓഫ് സ്കാപ്പുല കിട്ടുക T3 ലെവലിലായിരിക്കും. ഇൻഫീരിയർ ആംഗിൾ ഓഫ് സ്കാപ്പുല കിട്ടുക T7 ലെവലിലായിരിക്കും കിട്ടുന്നത്. ഇനി റിബ്സ് പറയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേണത്തിൻ്റെ 1-2 ഫീച്ചേഴ്സും കൂടെ നോക്കാം. സ്റ്റേണം നോക്കുമ്പോൾ സ്റ്റേണം എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ബോണാണ്. പിന്നെ 3 പാർട്ടായിട്ടുണ്ട്. അപ്പർ പാർട്ടിനെ നമ്മൾ മാനബ്രീം എന്ന് പറയും, മിഡിൽ പാർട്ട് ബോഡി, ലോവർ പാർട്ട് സിഫോയിഡ് പ്രോസസ്സ്. ഒരു 17 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് സ്റ്റേണത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. മെയിൽസിൽ ഒന്നും കൂടി ലോങ്ങറായിട്ട് കാണാറുണ്ട്. തന്നെ ഒരു ബോഡി ഫോം ചെയ്തിരിക്കുന്നത് ഒരു 4 പാർട്ട് ചേർന്നിട്ടാണ്. അത് ഫ്യൂസ് ചെയ്യുന്നത് 14 to 25 ഇയേഴ്സ് ഓഫ് ഏജിനുള്ളിലാണ് ഈ സ്റ്റേണത്തിൻ്റെ ആ ഒരു ബോഡിയുടെ 4 പാർട്ട് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റേണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒന്നാണ് ജുഗുലർ നോച്ച് അല്ലെങ്കിൽ സുപ്രാസ്റ്റേണൽ നോച്ച്. അത് നമുക്ക് പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ.
ആ ഒരു ഡിപ്രഷൻ, കഴുത്തിലുള്ള ആ ഒരു ഡിപ്രഷൻ, ജുഗുലർ നോച്ച് അല്ലെങ്കിൽ സുപ്രാസ്റ്റേണൽ നോച്ച് എന്ന് പറയുന്നത്. ദെൻ അവിടെ വരുന്നതാണ് സ്റ്റേർണൽ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ലൂയിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ സ്റ്റേർണൽ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ലൂയിസ്. സോ അപ്പം സ്റ്റേർണൽ ആംഗിൾ നിങ്ങളൊന്ന് ഫിഗർ നോക്കിക്കോളൂ. ഫിഗർ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേർണൽ ആംഗിൾ എവിടെയാണ് ഫോം ചെയ്യുന്നത്? മാനബ്രിയം. മാനബ്രിയം നമ്മൾ അപ്പർ എൻഡ് പറഞ്ഞില്ലേ, സ്റ്റേർണത്തിൻ്റെ അപ്പർ എൻഡ് മാനബ്രിയവും ബോഡിയും തമ്മിലുള്ള ആംഗിളാണ് സ്റ്റേർണൽ ആംഗിൾ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജോയിൻറ്റ്, മാനബ്രിയോ സ്റ്റേർണൽ ജോയിൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു ജോയിൻറ്റിലാണ് ഈ ഒരു സ്റ്റേർണൽ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ലൂയിസ് വരുന്നത്. അനാറ്റമിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ആംഗിൾ ഓഫ് ലൂയിസ് അല്ലെങ്കിൽ സ്റ്റേർണൽ ആംഗിൾ എന്ന് പറയുന്നത്. കാരണം കുറേ സാധനങ്ങളിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ആംഗിൾ ഓഫ് ലൂയിസ് വെച്ചിട്ടാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ്. അതായത് സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് വരുന്ന എവിടെയാണോ അതാണ് നമ്മുടെ മാനബ്രിയോ സ്റ്റേർണൽ ജോയിൻ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ലെവലിലായിരിക്കും, സ്റ്റേർണൽ ആംഗിളിൻ്റെ ലെവലിലാണ് സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അസെൻഡിങ് അയോട്ട വന്ന് എൻഡ് ചെയ്യുന്നത് ഈ സ്റ്റേർണൽ ആംഗിളിലാണ്. അവിടുന്ന് തന്നെയാണ് നമ്മൾ ആർച്ച് ഓഫ് അയോട്ട ബിഗിൻ ചെയ്ത് എൻഡ് ചെയ്യുന്നത്. ഈ ലെവലിൽ തന്നെ വന്നിട്ട് തിരിച്ച് എൻഡ് ചെയ്യുകയും ചെയ്യും ആർച്ച് ഓഫ് അയോട്ട. അപ്പോൾ അസെൻഡിങ് അയോട്ട വന്ന് എൻഡ് ചെയ്തു, ആർച്ച് ഓഫ് അയോട്ട തുടങ്ങി, അത് വന്ന് എൻഡ് ചെയ്തു. ദെൻ അടുത്ത ആരാണ്? ഡിസെൻഡിങ് അയോട്ട ബിഗിൻ ചെയ്യുന്ന ഈ ഒരു ലെവലിൽ നിന്നാണ്, സ്റ്റേർണൽ ആംഗിളിൻ്റെ ലെവലിൽ നിന്നാണ്. അതിൽ ട്രക്കിയ ഡിവൈഡ് ചെയ്ത് രണ്ട് ബ്രോങ്കൈ ആകുന്നത് സ്റ്റേർണൽ ആംഗിളിൻ്റെ ലെവലിലാണ്. പൾമണറി ട്രങ്ക് ഡിവൈഡ് ചെയ്ത് പൾമണറി ആർട്ടറീസ് ആകുന്നതും ഈ ലെവലിൽ വെച്ചിട്ടാണ്. ദെൻ തൊറാസിക് ഡക്റ്റ് ക്രോസസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് അറ്റ് T5 ആൻഡ് റീച്ചസ് ലെഫ്റ്റ് സൈഡ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റേർണൽ ആംഗിൾ. തൊറാസിക് ഡക്റ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ക്രോസ് ചെയ്ത്, അത് T5 ലെവലിൽ വെച്ചിട്ടാണ് ക്രോസ് ചെയ്യുന്നത് തൊറാസിക് ഡക്റ്റ്. അത് ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുന്നത്, അങ്ങനെ ക്രോസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുന്നത് സ്റ്റേർണൽ ആംഗിളിൻ്റെ ലെവലിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ബേസ്, ഹാർട്ടിൻ്റെ ബേസ്, അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നതും സ്റ്റേർണൽ ആംഗിളാണ്. ദെൻ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ മീഡിയസ്റ്റീനത്തിൻ്റെ ഒരു ഡിവിഷനായിട്ട് നിൽക്കുന്നുണ്ട്, ഡിവിഷൻ ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ മീഡിയസ്റ്റീനം. അങ്ങനെ അനാറ്റമിക്കലി ഒരുപാട് സാധനങ്ങളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ലാൻഡ് മാർക്കിംഗ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ സ്റ്റേർണൽ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ലൂയിസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ അയോട്ട, അസെൻഡിങ് അയോട്ട, ഡിസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട, അതുപോലെ തന്നെ ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നത്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ മീഡിയസ്റ്റീനത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ, അതായത് നമ്മൾ സ്റ്റേർണം ആ ഒരു ലെവലൊക്കെ, റിബ്സിൻ്റെ ഒരു ലെവലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ലോങ്ങസ്റ്റ് റിബ് എന്ന് പറയുന്നത് 7th റിബാണ്. 7th വരെയും ട്രൂ റിബാണ്. ഇപ്പോൾ 7th റിബാണ് ലോങ്ങസ്റ്റ് റിബ്. അതായത് അവിടെ നിന്ന് ചുറ്റി ഇങ്ങ് സ്റ്റേർണം വരെ വരുമ്പോൾ അതാണ് ഏറ്റവും നീളത്തിൽ വരുന്നത് 7th ആയിരിക്കില്ലേ. 7th റിബാണ് ലോങ്ങസ്റ്റ് റിബ്. ഒബ്ലീക്ക് അല്ലെങ്കിൽ സ്ലാൻഡിങ് റിബാണ് 9th റിബ്. ഷോർട്ടസ്റ്റ് ഫസ്റ്റ്, ഏറ്റവും കുറച്ച് ദൂരം വന്നാൽ മതിയല്ലോ നമ്മുടെ ഫസ്റ്റ് റിബിന്. ഇപ്പോൾ ഷോർട്ടസ്റ്റ് ഫസ്റ്റ് റിബ്, ലോങ്ങസ്റ്റ് 7th റിബ്, ഒബ്ലീക്ക് അല്ലെങ്കിൽ സ്ലാൻഡിങ് റിബ് എന്ന് പറയുന്നത് 9th റിബ്. സോ അപ്പം റിബിനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ട്രൂ ഏതാണ്, ഫാൾസ് ഏതാണ്, അതുപോലെ ടിപ്പിക്കൽ ഏതാണ്, എറ്റിപ്പിക്കൽ ഏതാണ്, ലോങ്ങസ്റ്റ്, ഷോർട്ടസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ വെർട്ടിബ്രൽ ലെവലുകൾ, നമ്മൾ സ്പൈനോസ്കാപ്പില ആണെങ്കിൽ T3 ലെവലിലാണ് വരുന്നതെന്ന് പറഞ്ഞു. സുപ്പീരിയർ ആംഗിൾ ഓഫ് സ്കാപ്പുല T2 ലെവലിലാണ് വരുന്നത്. ഇൻഫീരിയർ ആംഗിൾ ഓഫ് സ്കാപ്പുല T7 ലെവലിലാണ് വരുന്നതെന്ന് പറഞ്ഞു. സ്കാപ്പുലയും റിബുമായിട്ട് നോക്കുമ്പോൾ 2nd to 7th റിബ് വരെയാണ് സ്കാപ്പുല എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റേർണത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, സ്റ്റേർണൽ ആംഗിൾ, ആംഗിൾ ഓഫ് ലൂയിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആർട്ടറീസിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പറഞ്ഞത് ബ്രേക്കിയൽ പ്ലെക്സസ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ബ്രാഞ്ചസ്, അതിൻ്റെ ക്ലിനിക്കൽ അനാറ്റമി, ദെൻ ഷെൻഡൻ ലൈൻ, ഫീമറിൻ്റെ ഫ്രാക്ചർ, പിന്നെ നമ്മൾ ഐബോളിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി. പിന്നെ ഫൈനലി നമ്മുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ റിബ്, സർവൈക്കൽ റിബും അതുപോലെ റിബ് സ്റ്റേർണത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 2019 വരെയാണ് നമ്മൾ ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി 2020, 2021 അടുത്ത ക്ലാസ്സിൽ നോക്കാം.